പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദർശിൻ്റെ അടുത്തേക്ക് മീഡിയാസൊക്കെ വരുന്നുണ്ട് ഇതിനെപ്പറ്റി അറിയാൻ, ഈ പുറത്ത് വന്ന ന്യൂസിനെ പറ്റി അറിയാൻ വേണ്ടി വരുന്നു. അന്നേരം ആദർശ് പറയുന്നുണ്ട്, എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് സ്വന്തമായിട്ട് കഥകൾ ഉണ്ടാക്കുന്നതല്ല, അല്ലാതെ ഇതുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവും ഇല്ല എന്ന് ആദർശ് പറയുന്നു. അന്നേരം ഇതെല്ലാം കണ്ടുകൊണ്ട് മുത്തശ്ശനും മുത്തശ്ശിയുടെ ഫ്രണ്ടിലോട്ട് വരുന്നുണ്ട്. അന്നേരം അവർ മുത്തശ്ശനോടും മുത്തശ്ശിയോടും ചോദ്യങ്ങൾ ചോദിക്കുന്നു. അന്നേരം മുത്തശ്ശൻ പറയുവാണ്, എൻ്റെ കൊച്ചുമകൻ ഒരു തെറ്റ് ചെയ്തു എന്ന് വരുമ്പോൾ ഞാൻ മിക്കവാറും എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവനെ ന്യായീകരിച്ചേ സംസാരിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അത് വാർത്തയാക്കണ്ട. ഈ കേട്ടതിൽ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് അന്വേഷിക്കുക. എന്നിട്ട് സത്യം കണ്ടെത്തി അത് ന്യൂസാക്കാൻ അവരോട് പറയുന്നു. ഏതായാലും ഇതറിഞ്ഞു കഴിയുമ്പം ഭയങ്കര സന്തോഷമാണ് ജലജയ്ക്കും അഭിക്കും. ജലജ പറയുവാണ്, അച്ഛനും ആദർശനും ഇനി പുറത്തോട്ട് ഇറങ്ങാൻ സാധിക്കില്ല, ആ രീതിയിൽ കാര്യങ്ങൾ കുഴഞ്ഞു മറിഞ്ഞിട്ടുണ്ട് എന്ന്. അതുകൊണ്ടൊന്നും നിർത്തുന്നില്ല അഭി വീണ്ടും അനാമികയെ പോയി കാണുവാണ്. എന്നിട്ട് അനാമികയ്ക്ക് അത്യാവശ്യം സ്ക്രൂ ചെയ്ത് കൊടുക്കുന്നു. അന്നേരം അനാമിക പറയുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഈ ന്യൂസ് കൊണ്ടും വലിയ പ്രയോജനമൊന്നുമില്ല, അതും ആദർശം മുത്തച്ഛനും കൂടി അടിച്ചൊതുക്കിയെന്നായിരിക്കും പറഞ്ഞേക്കുന്നത്. അന്നേരം അനാമിക പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഞാൻ അനന്തമൂർത്തിയെ നാണം കെടുത്തും, ഒരെണ്ണോ ഇനി സമാധാനത്തോടെ മുന്നോട്ട് പോകില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെയായിരുന്നു പ്രമോ വിശേഷങ്ങൾ.